ഹായ് ഫ്രണ്ട്സ്, HSA സോഷ്യൽ സയൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വേദസംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സാണ് നമ്മളിന്ന് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ്സാണ്. വേദസംസ്കാരത്തെക്കുറിച്ചുള്ളൊരു ചെറിയ ഐഡിയ നമുക്ക് ഇതിലൂടെ കിട്ടും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വേദസംസ്കാര കാലഘട്ടത്തിൽ ഇന്തോ ആര്യൻ ഭാഷയായ സംസ്കൃതം സംസാരിക്കുന്നവർ ഇന്തോ ഇറാൻ മേഖലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചു. അവർ പ്രധാനമായും കന്നുകാലികളെ പരിപാലിക്കുന്നവരായതിനാൽ മേച്ചിൽപ്പുറങ്ങൾ തേടുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. BC 6-ാം നൂറ്റാണ്ടോടുകൂടി ആര്യാവർത്തം എന്നറിയപ്പെടുന്ന ഉത്തരേന്ത്യ മുഴുവൻ അവർ കീഴടക്കി. അപ്പോൾ വേദസംസ്കാര കാലഘട്ടത്തിൽ അവരുടെ ഭാഷ എന്ന് പറയുന്നത് സംസ്കൃതമായിരുന്നു. അവർ ഇന്തോ ഇറാൻ മേഖലയിൽ നിന്ന് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്കാണ് പ്രവേശിച്ചത്. എന്തിനു വേണ്ടിയിട്ടാണ്? കന്നുകാലികളെ പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അവരുടെ പ്രധാനപ്പെട്ട തൊഴിൽ, ജീവിതമാർഗം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ കന്നുകാലികളെ മേയ്ക്കുന്നതായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയിട്ട് മേച്ചിൽപ്പുറങ്ങൾ തേടിയാണ് അവരെന്ത് ചെയ്തത്? വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലേക്ക് പ്രവേശിച്ചത്. ഓക്കെ, അങ്ങനെ BC 6-ാം നൂറ്റാണ്ടോടുകൂടിയാണ് അവർ എവിടെ എത്തിയത്? ഉത്തരേന്ത്യയിലെത്തിയതും ഉത്തരേന്ത്യ മുഴുവൻ കീഴടക്കുകയും ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്ത് പോവാം. അപ്പോൾ വേദം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയുക എന്ന അർത്ഥം വരുന്ന വിത്ത് എന്ന ധാതുവിൽ നിന്നാണ് വേദം എന്ന പദം ഉണ്ടായത്. അപ്പോൾ വേദം എന്ന പദം ഉണ്ടായത് വിത്ത് എന്ന വാക്കിൽ നിന്നാണ് വേദം എന്ന പദം ഉണ്ടായത്. വേദം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? വേദം എന്ന പദം ശ്രേഷ്ഠമായ അറിവിനെ സൂചിപ്പിക്കുന്നു. അപ്പോൾ അറിവ്, ശ്രേഷ്ഠമായ അറിവ് എന്നാണ് വേദം എന്ന പദത്തിൻ്റെ അർത്ഥം. വേദം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? ശ്രേഷ്ഠമായ അറിവ് എന്നാണ് വേദം എന്ന പദത്തിൻ്റെ അർത്ഥം. ഇനി എത്ര വേദങ്ങളുണ്ട്? ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം, അങ്ങനെ 4 വേദങ്ങളാണുള്ളത്. എത്ര വേദങ്ങളാണുള്ളത്? 4 വേദങ്ങളാണുള്ളത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. അപ്പോൾ ഇവയെല്ലാം ചേർന്നതാണ് വൈദിക സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവയെല്ലാം ചേർന്നതാണ് വൈദിക സാഹിത്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വേദസാഹിത്യം. ഓക്കെ, അപ്പോൾ വേദം എന്ന പദം ഉണ്ടായത് വിത്ത് എന്ന വാക്കിൽ നിന്നാണ്. വേദം എന്ന പദത്തിൻ്റെ അർത്ഥം ശ്രേഷ്ഠമായ അറിവ്. വേദങ്ങൾ 4 ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനി ഋഗ്വേദത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ 4 വേദങ്ങളിൽ ആദിവേദം എന്നറിയപ്പെട്ടിരുന്നത് ഋഗ്വേദമാണ്. അപ്പോൾ ആദിവേദം എന്നറിയപ്പെട്ടിരുന്നത് ഏതാണ്? ഋഗ്വേദമാണ് ആദിവേദം എന്ന് അറിയപ്പെട്ടിരുന്നത്. അതിൽ 1028 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഋഗ്വേദത്തിൽ എത്ര ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 1028 ശ്ലോകങ്ങൾ അടങ്ങിയിരിക്കുന്നു. വിവിധ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഗാനങ്ങൾ ആലപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഋഗ്വേദത്തിൽ വിവിധ ദൈവങ്ങളെ സ്തുതിച്ചുകൊണ്ട് ഗാനങ്ങൾ ആലപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി യജുർവേദം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ യാഗസമയത്ത് പാലിക്കേണ്ട നിയമങ്ങളുടെ വിശദാംശങ്ങൾ, യാഗസമയത്ത് പാലിക്കേണ്ട നിയമങ്ങളുടെ വിശദാംശങ്ങളാണ് യജുർവേദത്തിൽ അടങ്ങിയിരിക്കുന്നത്. യജുർവേദത്തിൽ എന്താണ്? യാഗസമയത്ത് പാലിക്കേണ്ട, നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു, യാഗസമയത്ത് പാലിക്കേണ്ട നിയമങ്ങളുടെ വിവിധ വിശദാംശങ്ങളാണ് യജുർവേദത്തിൽ പറയുന്നത്. എന്നാൽ സാമവേദം എന്താണ്? യാഗസമയത്ത് ജപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമവേദം. യാഗസമയത്ത് ഓരോ യാഗത്തിനും ജപിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ ആ ജപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സാമവേദം ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ കീർത്തനങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യമാണ്, കീർത്തനങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കുന്ന വേദം ഏതാണ്? കീർത്തനങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കുന്ന വേദം ഏതാണ്? സാമവേദം. ഏതാണ്? സാമവേദം. കീർത്തനങ്ങളുടെ പുസ്തകം എന്ന് വിളിക്കുന്ന വേദം ഏതാണ്? സാമവേദം. അതുകൊണ്ടാണ് ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഉത്ഭവം ഈ വേദത്തിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സംഗീതത്തിൻ്റെ ഉത്ഭവം ഈ സാമവേദത്തിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് നോക്കാം അഥർവവേദം. അപ്പോൾ നമ്മൾ ഋഗ്വേദം പഠിച്ചു, യജുർവേദം, സാമവേദം. ഇനി അഥർവവേദം. അഥർവവേദത്തിൽ ആചാരങ്ങളുടെ വിശദാംശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. അഥർവവേദത്തിൽ പ്രധാനമായിട്ടും ആചാരങ്ങളുടെ വിശദാംശങ്ങൾ അടങ്ങിയിരിക്കുന്നു. ഇനി വേദങ്ങളെ കൂടാതെ തന്നെ ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യകങ്ങൾ, ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം തുടങ്ങിയ പുണ്യകൃതികളുമുണ്ട്. ഇതെല്ലാം വേദസാഹിത്യത്തിൽ വരുന്നത് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേദങ്ങളെ കൂടാതെ ബ്രാഹ്മണങ്ങൾ, ഉപനിഷത്തുകൾ, ആരണ്യകങ്ങൾ, ഇതിഹാസങ്ങളായ രാമായണം, മഹാഭാരതം തുടങ്ങിയ പുണ്യകൃതികളും ഉണ്ട്.
അപ്പോൾ അതിൽ ബ്രാഹ്മണങ്ങൾ എന്താണെന്ന് നോക്കിയാൽ ബ്രാഹ്മണങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനയും യാഗവും സംബന്ധിച്ച പ്രബന്ധങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. പ്രാർത്ഥനയും യാഗവും സംബന്ധിച്ച പ്രബന്ധങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. എന്നാൽ ആത്മാവ്, കേവലം, ലോകത്തിൻ്റെ ഉത്ഭവം, പ്രകൃതിയുടെ നിഗൂഢതകൾ തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദാർശനിക ഗ്രന്ഥങ്ങളാണ് ഉപനിഷത്തുകൾ. ഉപനിഷത്തുകൾ എന്താണ്? ആത്മാവ്, കേവലം, ലോകത്തിൻ്റെ ഉത്ഭവം, പ്രകൃതിയുടെ നിഗൂഢതകൾ തുടങ്ങിയ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ദാർശനിക ഗ്രന്ഥങ്ങളാണ് എന്ത് പറയുന്നത്? ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്. ഇനി ആരണ്യകങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഇവയെ വനപുസ്തകങ്ങൾ എന്നാണ്. അപ്പോൾ വനപുസ്തകങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ്? ആരണ്യകങ്ങളാണ്. അവ നിഗൂഢത, ആചാരങ്ങൾ, ത്യാഗങ്ങൾ എന്നിവ കൈകാര്യം ചെയ്യുന്നു. അപ്പോൾ ഇതാണ് വേദസാഹിത്യത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങളിതിലെ ക്വസ്റ്റ്യൻസ് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിൽ നമുക്കുള്ളൂ പഠിക്കാൻ. അപ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന അത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ് തരുന്നതാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക. താങ്ക് യു.